പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലം തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്ന് മുതലേ തന്നെ ഉണ്ട്. അതുപോലെ തിരുത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ അങ്ങനെ തന്നെയാണ് വിധി എഴുതിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് സന്തോഷമുണ്ട്. ലീഗിന്റെ ശക്തിയുടെ മലപ്പുറത്തടക്കം ഒരു ക്ലീൻ സ്വീപ്പ് വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമാണ്. മലപ്പുറത്ത് 16 സീറ്റിലും UDF തന്നെ ജയിക്കും എന്നുള്ളത് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചില ഏജൻസികളൊക്കെ ഞങ്ങൾക്ക് ആ രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആകത്തുക പരിശോധിക്കുമ്പോൾ ഒരു 75 അല്ലെങ്കിൽ 70 മുതൽ 75 ഇടയിലാണ് പറയപ്പെടുന്നത്. മാക്സിമം 80 വരെയാണ്. അതിലും മികച്ചൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണോ നിങ്ങൾ വിലയിരുത്തുന്നത്, മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ? UDF തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ള, കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. UDF ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ മുമ്പ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും. അതിപ്പോൾ ഞങ്ങൾ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ഇപ്പോൾ ശേഷം മുഖ്യമന്ത്രി പല ചർച്ചകൾ ഇങ്ങനെ സജീവമാകുന്നത് പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തിയില്ല. അല്ല, ഇതിപ്പോൾ കുറേ നേരത്തെ തുടങ്ങിയതല്ലേ? എക്സിറ്റ് പോൾ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയതാണല്ലോ. ഏതായാലും അന്തിമ ഫലം 4-ാം തീയതി വരും. അതിൻ്റെ ശേഷം അതിൽ കൂടുതൽ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവും. മുസ്ലിം ലീഗിന് വലിയ സീറ്റുകൾ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോളൊക്കെ വരുമ്പോൾ. അതെ, ഇത്തവണ ഞങ്ങളൊരു 27 സീറ്റ് മത്സരിച്ചിട്ടുണ്ട്. അതിലൊരു 10-20 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. 22 സീറ്റ് കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. മന്ത്രിസ്ഥാനത്തേക്ക് അടക്കം കൂടുതൽ കിട്ടാനുള്ള അർഹതയില്ല ഇത്രയും സീറ്റ് കിട്ടുകയാണെങ്കിൽ. കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ നിലയ്ക്ക് തന്നെ UDF ചർച്ച ചെയ്തിട്ട് നല്ലൊരു തീരുമാനത്തിലെത്തും. മന്ത്രിമാരുടെ എണ്ണൊന്നും ഞാൻ പറയുന്നില്ല. മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടത് അത് UDF എപ്പോഴും അനുവദിച്ച് തന്നിട്ടുണ്ട്. തവണയും അങ്ങനെ തന്നെ ഉണ്ടാവും. ഡിമാൻഡ് ചെയ്യേണ്ട കോൺഗ്രസ് ഒരിക്കലില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന പാർട്ടിയാണല്ലോ. കോൺഗ്രസ് ആണല്ലോ UDFനെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ UDFനെ നിലനിർത്തുന്ന കാര്യത്തിലും ഭരണം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസിന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മുസ്ലിം ലീഗ് അതിനോടൊപ്പം ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ ലീഗിന്റെ പ്രവർത്തകർ ഇപ്പോൾ കാലങ്ങളായി പറയുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു നേതാവ്. കാരണം മുമ്പ് ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം അടക്കം വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ തുടക്കം മുതൽ നിങ്ങൾ ഈ ഇലക്ഷൻ തുടങ്ങിയാന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞാലി സാഹിബ് മുഖ്യമന്ത്രിയാവോ ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം. ആ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം. അത്രേ ഉള്ളൂ. അല്ല, നിലവിൽ UDFിൽ തന്നെ ഏറ്റവും സീനിയർ നേതാവ് കുഞ്ഞാലിക്കുട്ടിയാണ്. സ്വാഭാവികമായിട്ട് ആ പ്രവർത്തകർക്കിടയിലായ ഒരു അഭിപ്രായം വരുന്നത് സ്വാഭാവികമല്ലേ? പ്രവർത്തകന്മാർക്ക് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ. അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും. അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. AK ബലം പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുന്നത് ഈ വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിന്റെ അജണ്ടയാണെന്നാണ്. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. താങ്ക് യു.